പാലക്കാട് ജില്ലയിൽ ആദ്യമായി ECMO ചികിത്സ വിജയകരമായി പൂർത്തിയാക്കി നെന്മാറ കിംസ് അവൈറ്റസ് ഹോസ്പിറ്റൽ. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 61 വയസ്സുകാരിക്കാണ് ECMO ഉൾപ്പെടെയുള്ള വിദഗ്ധ ചികിത്സ നൽകിയത്. ഏകദേശം 20 ദിവസത്തെ തീവ്രപരിചരണത്തിന് ശേഷം രോഗി ആരോഗ്യനില വീണ്ടെടുത്ത സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ എത്തിക്കാനും രക്തചംക്രമണം നിലനിർത്താനും സഹായിക്കുന്ന അത്യാധുനിക ജീവൻ രക്ഷാ സംവിധാനമാണ് ECMO. ശരീരത്തിൽ നിന്നും രക്തം പ്രത്യേക സംവിധാനത്തിലൂടെ പുറത്തെടുത്ത് ആവശ്യമായ ഓക്സിജൻ നൽകി തിരികെ ശരീരത്തിൽ എത്തിക്കുന്നതിലൂടെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും താൽക്കാലികമായി വിശ്രമം നൽകാൻ ഇത് സഹായിക്കുന്നു. അതായത് നമുക്ക് രണ്ട് സാഹചര്യത്തിലാണ് ഈ ECMO നമ്മൾ യൂസ് ചെയ്യുക രോഗിക്ക് വേണ്ടിയിട്ട്. ഒന്ന്, രോഗിക്ക് ശരീരത്തിൽ ഒരു തീരെ ഓക്സിജൻ അളവ് നമുക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകാം. അപ്പോൾ ഏത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും, ഇപ്പോൾ ന്യൂമോണിയ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്കിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കോവിഡ് ന്യൂമോണിയ സമയത്ത് ന്യൂമോണിയ വല്ലാണ്ട് ബാധിക്കുമ്പോൾ ശ്വാസകോശം തീരെ ഓക്സിജൻ അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. ആ സമയത്ത് നമുക്ക് പിന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഓക്സിജൻ കൊടുക്കാവുന്നതാണ്. വെന്റിലേറ്ററിലേക്ക് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് 100% ഓക്സിജനാണ്. നമ്മളൊക്കെ ശ്വസിക്കുന്നത് 21% ആണ് നമുക്ക് അറ്റ്മോസ്ഫിയർ, നമ്മുടെ വായുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ്. അപ്പോൾ നമ്മളതുവഴി 100% ഓക്സിജൻ കൊടുത്താലും നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ രക്തം ഒരു ട്യൂബ് വഴി പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് 100% ഓക്സിജൻ ഈ ബ്ലഡിൽ കയറ്റുകയാണ്. ഡയറക്റ്റായിട്ട് ശ്വാസമെടുത്ത് എടുക്കാൻ പറ്റാത്ത ഓക്സിജൻ നമ്മൾ ബ്ലഡിലേക്ക് കലർത്തിയിട്ട് അത് നമ്മൾ രോഗിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഓക്സിജൻ നമ്മൾ അവിടെ എത്തിക്കുകയാണ്. അതാണ് ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മുടെ ഹാർട്ട് നന്നായിട്ട് പമ്പ് ചെയ്യുന്നില്ലെങ്കിലും ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ വീക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ വീക്കാവുന്ന സമയത്തും നമുക്ക് ECMO വഴി ആ രോഗിയുടെ BP നിലനിർത്താനും ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ താൽക്കാലികമായിട്ട് ഈ മെഷീനിലൂടെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അത് രണ്ടും ചെയ്യുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ബ്ലഡ് എടുക്കുന്നതും കൊടുക്കുന്നതുമായ സ്ഥലങ്ങളിൽ നിന്നുള്ള ചെറിയ വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടെ മെഡിക്കൽ പരമായ കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലാണ് നമ്മൾ ECMO എന്ന് പറഞ്ഞ മെഷീൻ യൂസ് ചെയ്യുന്നത്. ECMO മേധാവിയും ക്രിട്ടിക്കൽ കെയർ സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ അരുൺ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. CTVS സർജൻ ഡോക്ടർ കൃഷ്ണകുമാർ, കാർഡിയാക് അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ വിപിൻ, ഡോക്ടർ അലൻ തോമസ്, ഡോക്ടർ ഷൺമുഖസുന്ദരം, ഡോക്ടർ മനു സാം മാത്യു എന്നിവരും അടങ്ങിയ വിദഗ്ധ സംഘത്തിന്റെ ഏകോപിതമായ പ്രവർത്തനമാണ് ചികിത്സയുടെ വിജയത്തിന് നിർണായകമായത്. പാലക്കാട് ജില്ലയിൽ സങ്കീർണവും അത്യാധുനികവുമായ ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനും അഡ്വാൻസ്ഡ് ക്രിട്ടിക്കൽ കെയർ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്ന് കിംസ് കേരള ക്ലസ്റ്റർ CEO-യും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ അറിയിച്ചു. പാലക്കാട് ഈ ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ഈ ഒരു ടീം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ രോഗി ഇന്ന് ജീവനോട് തിരിച്ചു വരില്ല. ഈ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാറ്റമാണ് ഒരു ആശുപത്രി എന്ന രീതിയിൽ നമുക്ക് നൽകാൻ പറ്റിയത്. പിന്നെ ഹെൽത്ത് കെയർ ഇന്നത്തെ കാലത്ത് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിലൊരു സ്ട്രോങ് ടീം തന്നെ വേണം. ഈ ഒരു പേഷ്യന്റ് ECMO എന്ന ചികിത്സ ആവശ്യമുണ്ടെന്ന് ഫസ്റ്റ് കോൾ വന്നപ്പോൾ തന്നെ ECMO എന്ന ട്രീറ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ഡോക്ടർ അരുൺ, പുള്ളി നമ്മുടെ കണ്ണൂർ ഹോസ്പിറ്റലിലാണ്, കിംസിൽ തന്നെ കണ്ണൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ കാർഡിയോതൊറാസിക് സർജറി, കാർഡിയാക് അനസ്തീഷ്യ, പാലക്കാട് കിംസ് അവൈറ്റസിലെ ക്രിട്ടിക്കൽ കെയർ ടീം ഡോക്ടർ അലൻ, ഡോക്ടർ ഷൺമുഖൻ, ഡോക്ടർ മനു എന്ന് നമ്മുടെ ഇവിടെ പത്രസമ്മേളനത്തിൽ വന്നിട്ടുള്ള ഡോക്ടർ മനു ഹോസ്പിറ്റലുണ്ട്. ഇവർ ഒരുമിച്ച് വന്ന് ഇവര് 24/7 ആ പേഷ്യന്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു ദിവസം എന്നല്ല, ഏതാണ്ട് ഒരു 10 ദിവസത്തോളം ആ രോഗിക്ക് വേണ്ടി അഹോരാത്രം ഈ ഒരു ടീം പ്രവർത്തിച്ചിട്ട് ഇന്ന് നമുക്കെല്ലാം ഏറ്റവും സന്തോഷമാണ്. ഈ ഒരു ടീം വർക്ക് കൊണ്ട് ആ രോഗി ഇന്ന് തിരിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഹെൽത്ത് കെയർ ഇതാണ് വേണ്ടത്. അതൊരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഒരു ടീമും സിസ്റ്റവും കൂടെ ഒരുമിച്ച്. ഇതിന്റെ ഹോസ്പിറ്റലിന്റെ പേരും ബാക്കിയൊക്കെ സെക്കൻഡറി വരുന്നുള്ളൂ. ഈ ഇരിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ ആരോഗ്യ രംഗത്തെ മാറ്റങ്ങൾ സൃഷ്ടിച്ച വിപ്ലവ നായകന്മാർ എന്ന് ഞാൻ പറയും. UTV ന്യൂസ്, പാലക്കാട്.